നമസ്കാരം. മീഡിയ 4 വാർത്തകളിലേക്ക് സ്വാഗതം. ഞാൻ സിജി. ആദ്യം പ്രധാന വാർത്തകൾ നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് ലക്ഷ്മി ഗോൾഡ്, ഉങ്ങിച്ചോട്, ചെറുശ്ശേരി. ഫോൺ 9539080053. ത്യാഗസ്മരണയിൽ ബലിപ്പെരുന്നാൾ ആഘോഷിച്ച വിശ്വാസികൾ. പള്ളികളിലും ഈദ്ഗാഹുകളിലും പെരുന്നാൾ നമസ്കാരത്തിൽ പങ്കെടുത്ത ആയിരങ്ങൾ. പരസ്പരം ആശ്ലേഷിച്ചും ആശംസകൾ കൈമാറിയും വിശ്വാസികൾ പെരുന്നാൾ ആശംസകൾ കൈമാറി. ഒറ്റപ്രസവത്തിൽ ജനിച്ച 3 കുരുന്നുകൾ ഒന്നിച്ച് അക്ഷരലോകത്തേക്ക് ചുവടുവെച്ചു. ഊരകം ALP സ്കൂളിലാണ് മൂവരും പ്രവേശനം നേടിയത്. തൃശൂർ മുണ്ടൂരിൽ KSRTC ബസുകൾ കൂട്ടിയിടിച്ച് അപകടത്തിൽ 2 സ്ത്രീകൾ ഉൾപ്പെടെ 6 പേർക്ക് പരിക്കേറ്റു. പരിക്കേറ്റവരെ തൃശൂർ മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. വാർത്തകൾ വിശദമായി. ത്യാഗസ്മരണയിൽ ബലിപ്പെരുന്നാൾ ആഘോഷിച്ച വിശ്വാസികൾ. പള്ളികളിലും ഈദ്ഗാഹുകളിലും പെരുന്നാൾ നമസ്കാരത്തിൽ പങ്കെടുത്ത് ആയിരങ്ങൾ. പരസ്പരം ആശ്ലേഷിച്ചും ആശംസകൾ കൈമാറിയും വിശ്വാസികൾ പെരുന്നാൾ ആശംസകൾ കൈമാറി. മഹാത്യാഗത്തിന്റെ ഓർമ്മകളിൽ ഇസ്ലാം മത വിശ്വാസികൾ ബലിപെരുന്നാൾ ആഘോഷിച്ചു. പള്ളികളിലും പ്രത്യേകം തയ്യാറാക്കിയ ഈദ്ഗാഹുകളിലും രാവിലെ പെരുന്നാൾ നമസ്കാരവും പ്രത്യേക ഖുത്ബയും നടന്നു. തുടർന്ന് പരസ്പരം ആശംസകൾ കൈമാറി പെരുന്നാൾ പരസ്പര സ്നേഹത്തിന്റെ ആഘോഷമാക്കി. പരസ്പര സ്നേഹത്തിന്റെ ഈ ആഘോഷം ഈദുൽ അദ്ഹ, ബക്രീദ്, വലിയ പെരുന്നാൾ എന്നിങ്ങനെ പല പേരുകളിൽ അറിയപ്പെടുന്നുണ്ട്. എങ്കിലും ബലിപെരുന്നാൾ സഹനത്തിന്റെ ഓർമ്മകൾ കൂടിയാണ് സമ്മാനിക്കുന്നത്. ഇബ്രാഹിം നബിയുടെ അടിയുറച്ച വിശ്വാസത്തിന്റെയും അർപ്പണ മനോഭാവത്തിന്റെയും ഓർമ്മപ്പെടുത്തലാണ് ഈ ദിനം. ഒറ്റപ്രസവത്തിൽ ജനിച്ച 3 കുരുന്നുകൾ ഒന്നിച്ച് അക്ഷരലോകത്തേക്ക് ചുവടുവെച്ചു. ഊരകം ALP സ്കൂളിലാണ് മൂവരും പ്രവേശനം നേടിയത്. ഊരകം നിവേദ്യം വീട്ടിൽ അനൂജ്, ശ്രുതി ദമ്പതികളുടെ മക്കളായ ആദർശ് കൃഷ്ണ, ആകർഷ് കൃഷ്ണ, ആയുഷ് കൃഷ്ണ എന്നിവരാണ് ഒന്നിച്ച് അക്ഷരലോകത്തേക്ക് ചുവടുവെച്ചത്. ഇവർക്കൊപ്പം ഇരട്ട കുട്ടികളായ അവനീത്, നവനീത്, ആരതി എന്നിവരും ഒന്നിച്ചു തന്നെ 1ാം ക്ലാസ്സിലെത്തി. കുട്ടികളെ പ്രധാനാധ്യാപിക ജിനി, PTA പ്രസിഡന്റ് രാകേഷ് ഉണ്ണിയാമ്പുറം, സ്കൂൾ ഇൻചാർജ് ദേവസേന തുടങ്ങിയവർ ചേർന്ന് സ്വീകരിച്ചു. ഈ വർഷം 1ാം ക്ലാസ്സിലേക്ക് ട്വിൻസായിട്ട് വന്നിരിക്കുന്ന 3 കുട്ടികളാണ്. ആയുഷ് കൃഷ്ണ, ആദർശ് കൃഷ്ണ, ആകർഷ് കൃഷ്ണ. അതുപോലെ തന്നെ 4ാം ക്ലാസ്സിലുണ്ട് ട്വിൻസ് നവനീത്, അവനീത്. 1ാം ക്ലാസ്സിൽ തന്നെ ആരതിയുണ്ട്. 94 വർഷത്തിനിടയ്ക്ക് ആദ്യമായിട്ടാണ് ഇതുപോലെ ഇത്ര കുട്ടികളെ ട്വിൻസും ട്വൈസായിട്ട് വന്നിരിക്കുന്നത്. അവർ ഒരേ പാത്രത്തിൽ തന്നെ ഭക്ഷണം കഴിക്കും. ഭയങ്കര സ്നേഹത്തിലാണ്, തല്ലൂടില്ല, നല്ല കുട്ടികളാണ്. തൃശൂർ മുണ്ടൂരിൽ KSRTC ബസുകൾ കൂട്ടിയിടിച്ച് അപകടത്തിൽ 2 സ്ത്രീകൾ ഉൾപ്പെടെ 6 പേർക്ക് പരിക്കേറ്റു. പരിക്കേറ്റവരെ തൃശൂർ മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. ആരുടെയും പരിക്ക് ഗുരുതരമല്ല. ഇന്ന് പുലർച്ചെയായിരുന്നു അപകടം. കർണാടകയിൽ നിന്ന് എറണാകുളത്തേക്ക് പോവുകയായിരുന്ന കർണാടക KSRTC ബസിന് പിന്നിൽ കോഴിക്കോട് നിന്ന് പെരുമ്പാവൂരിലേക്ക് പോവുകയായിരുന്ന കേരള KSRTC ബസ് ഇടിക്കുകയായിരുന്നു. വിവരമറിഞ്ഞെത്തിയ പേരാമംഗലം ഹൈവേ പോലീസ് രക്ഷാപ്രവർത്തനത്തിന് നേതൃത്വം നൽകി. അപകടത്തെ തുടർന്ന് മുണ്ടൂർ ഭാഗത്ത് ഗതാഗത തടസ്സമുണ്ടായി. ചേർപ്പ് ചെറുചേനം ജുമാ മസ്ജിദിൽ പെരുന്നാൾ നമസ്കാരത്തിൽ 100 കണക്കിന് വിശ്വാസികൾ പങ്കെടുത്തു. ഖത്തീബ് ഉസ്താദ് അബ്ദു സമദ് അൻവരി നേതൃത്വം നൽകി. യുവാക്കളെ ആക്രമിച്ച് പരിക്കേൽപ്പിച്ച കേസിൽ വെള്ളിക്കുളങ്ങര മറ്റത്തൂർ സ്വദേശികളായ 2 പേർ പിടിയിൽ. വെള്ളിക്കുളങ്ങര പോലീസാണ് പ്രതികളെ പിടികൂടിയത്. യുവാക്കളെ ആക്രമിച്ച് പരിക്കേൽപ്പിച്ച കേസിൽ വെള്ളിക്കുളങ്ങര മറ്റത്തൂർ സ്വദേശികളായ 2 പേർ പിടിയിൽ. വെള്ളിക്കുളങ്ങര പോലീസാണ് പ്രതികളെ പിടികൂടിയത്.
വെള്ളിക്കുളങ്ങര കുറിഞ്ഞിപ്പാടം സ്വദേശി ഇടക്കൂട്ടത്തിൽ വീട്ടിൽ 25 വയസ്സുള്ള ഷിബിൻ, രണ്ടാം പ്രതി മറ്റത്തൂർ ചേലക്കൂട്ടുകര സ്വദേശി തറയന്മേൽ വീട്ടിൽ 22 വയസ്സുള്ള പ്രണവ് എന്നിവരെയാണ് വെള്ളിക്കുളങ്ങര പോലീസ് അറസ്റ്റ് ചെയ്തത്. മറ്റത്തൂർ ഇഞ്ചക്കുണ്ട് സ്വദേശി ആയന്തൂർ വീട്ടിൽ അജ്നാസ് എന്നയാളുടെ പിതാവിനോട് ഒന്നാം പ്രതി ഷിബിനുള്ള മുൻവൈരാഗ്യത്താൽ അജ്നാസിനെയും സുഹൃത്ത് രാജേഷിനെയും കോടാലി ബാറിന് മുൻവശം റോഡിൽ വെച്ച് 1-2 പ്രതികൾ ചേർന്ന് ആക്രമിച്ച് പരിക്കേൽപ്പിച്ച സംഭവത്തിൽ അജ്നാസിന്റെ പരാതിയിൽ വെള്ളിക്കുളങ്ങര പോലീസ് കേസെടുത്തിരുന്നു. ഷിബിനെതിരെ വെള്ളിക്കുളങ്ങര പോലീസ് സ്റ്റേഷനിൽ കഞ്ചാവ് ബീഡി വലിച്ചതിന് 3 കേസുകളും കഞ്ചാവ് വിൽപ്പനയ്ക്കായി സൂക്ഷിച്ചതിന് 1 കേസുമുണ്ട്. പ്രണവിന് വെള്ളിക്കുളങ്ങര പോലീസ് സ്റ്റേഷനിൽ കഞ്ചാവ് ബീഡി വലിച്ചതിനുള്ള 2 കേസുകളുണ്ട്. വെള്ളിക്കുളങ്ങര പോലീസ് സ്റ്റേഷൻ ഇൻസ്പെക്ടർ കൃഷ്ണൻ, സബ് ഇൻസ്പെക്ടർ KT ജോഷി, അസിസ്റ്റന്റ് സബ് ഇൻസ്പെക്ടർ മനോജ്, സീനിയർ സിവിൽ പോലീസ് ഓഫീസർമാരായ പ്രമോദ്, V രാകേഷ്, സിവിൽ പോലീസ് ഓഫീസർമാരായ ഷഗിൻ അഹമ്മദ്, KC അജിത് കുമാർ എന്നിവർ ചേർന്നാണ് പ്രതികളെ അറസ്റ്റ് ചെയ്തത്. ചേറ്റുവ മഹല്ല് ജുമാ മസ്ജിദിൽ ബലിപ്പെരുന്നാൾ നിസ്കാരത്തിനും കൂട്ടപ്രാർത്ഥനയ്ക്കും മഹല്ല് ഖത്തീബ് സലീം ഫൈസി അടിമാലി നേതൃത്വം നൽകി. ബലിപ്പെരുന്നാൾ സന്ദേശവും ഖത്തീബ് നിർവഹിച്ചു. മഹല്ല് പ്രസിഡന്റ് VP അബ്ദുൾ ലത്തീഫ് ഹാജി, സെക്രട്ടറി ഇബ്രാഹിം കുന്നത്തക്കായിൽ, നൌഷാദ് കൊട്ടിലിങ്ങൽ, ES ഖാദർ, NA അബ്ദുൾ ജലീൽ, RP ജുനൈദ് എന്നിവർ സംസാരിച്ചു. പാടൂർ ജുമാ മസ്ജിദിൽ ബലിപ്പെരുന്നാൾ നമസ്കാരത്തിൽ നിരവധി വിശ്വാസികൾ പങ്കാളികളായി. മഹല്ല് ഖത്തീബ് അബ്ദുറഹ്മാൻ അൽ ഖാസിമി നമസ്കാരത്തിനും ഗുത്തുബയ്ക്കും ദുആയ്ക്കും നേതൃത്വം നൽകി. സദർ ഉസ്താദ് അബ്ദുൾ റഷീദ് അൻവരി, അലിമോൻ പുത്തൻപുരയിൽ, RV സുലൈമാൻ, ഫിറോസ് കാലടിയിൽ എന്നിവർ നേതൃത്വം നൽകി. മരിച്ചവർക്കായി പ്രത്യേക പ്രാർത്ഥനയുണ്ടായിരുന്നു. നാളെ രാവിലെ മഹല്ല് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ ബലികർമ്മവും തുടർന്ന് മാംസ വിതരണവും നടക്കും. ചേർപ്പ് ഗ്രാമപഞ്ചായത്ത് 19-ാം വാർഡിൽ പരിസ്ഥിതി ദിനം ആചരിച്ചു. വാർഡിലെ വിവിധ പ്രദേശങ്ങളിൽ തണൽ മരങ്ങളും വൃക്ഷത്തൈകളും നട്ടുപിടിപ്പിച്ചു. വാർഡ് മെമ്പർ ധന്യ സുനിൽ ഉദ്ഘാടനം ചെയ്തു. M സുജിത് കുമാർ, ADS സുമന ഹരിദാസ്, ഗീത അനന്തരാമൻ, ആശാ വർക്കർ ഗിരിജ, അംഗനവാടി വർക്കർമാരായ ഗീത, രമണി, വാർഡിലെ RRT പ്രവർത്തകരായ KM അനീഷ്, ഹരിദാസ് കുഴുപ്പുള്ളി, ലത ആഞ്ചേരി, K രാഹുൽ, രഞ്ജിത്ത് എന്നിവർ പങ്കെടുത്തു. കയ്പമംഗലത്തിലെ സമഗ്ര വിദ്യാഭ്യാസ പദ്ധതിയായ അക്ഷര കൈരളിയുടെ നേതൃത്വത്തിൽ സംഘടിപ്പിക്കുന്ന MLA അവാർഡിന് അപേക്ഷകൾ ക്ഷണിക്കുന്നു. മണ്ഡലത്തിലെ സർക്കാർ എയ്ഡഡ് എന്നീ പൊതുവിദ്യാലയങ്ങളിൽ നിന്ന് SSLC +2 പരീക്ഷയിൽ ഫുൾ A+ നേടിയവർക്കും LSS, USS, NMMS നേടിയ കുട്ടികൾക്കും MLA അവാർഡ് സമ്മാനിക്കും. ഈ വരുന്ന ജൂൺ 28-ന് മതിലകം സാൻജോ ഓഡിറ്റോറിയത്തിൽ നടക്കുന്ന ചടങ്ങിൽ അവാർഡുകൾ വിതരണം ചെയ്യും. കയ്പമംഗലം മണ്ഡലത്തിലെ എറിയാട്, എടവിലങ്ങ, ശ്രീനാരായണപുരം, മതിലകം, പെരിഞ്ഞനം, കയ്പമംഗലം, എടത്തിരുത്തി എന്നീ ഗ്രാമപഞ്ചായത്തുകളിൽ പഠിച്ച കുട്ടികൾ അവരുടെ അതേ സ്കൂളിൽ തന്നെ പേര് കൊടുത്താൽ മതിയാകും. എന്നാൽ ഈ മണ്ഡലത്തിലെ താമസക്കാരും മണ്ഡലത്തിന് പുറത്ത് പഠിക്കുന്ന കുട്ടികളുമാണെങ്കിൽ അവരുടെ മാർക്ക് ലിസ്റ്റിന്റെ കോപ്പിയും ഒരു പാസ്പോർട്ട് സൈസ് ഫോട്ടോയും അപേക്ഷയും ജൂൺ 15-ന് മുൻപായി MLA ഓഫീസിലോ മതിലകം BRCയിലോ കൊടുങ്ങല്ലൂർ BRCയിലോ എത്തിച്ചാൽ മതിയാകുമെന്ന് ET ടൈസൺ MLA അറിയിച്ചു. നമ്മുടെ കയ്പമംഗലത്തിൻ്റെ തനതായ വിദ്യാഭ്യാസ പദ്ധതി അക്ഷരകൈരളിയുടെ നേതൃത്വത്തിൽ വളരെ വിപുലമായ രീതിയിൽ ഉള്ള ഒരു പരിപാടി ഈ ജൂൺ 28-ാം തീയതി ശനിയാഴ്ച സാൻജോ ഓഡിറ്റോറിയം മതിലകം പള്ളിവളവിൽ വെച്ചിട്ടുള്ള ആ ഹാളിൽ വെച്ച് നടക്കുകയാണ്. നമുക്കറിയാം SSLC +2 ഫുൾ A+ നേടിയ വിദ്യാർത്ഥികൾ, അതോടൊപ്പം തന്നെ LSS, USS, NMMS, ന്യൂ മാത്സ് തുടങ്ങിയതിലെല്ലാം പ്രതിഭകളായിട്ടുള്ള മിടുക്കരായിട്ടുള്ള വിദ്യാർത്ഥികളെ കൂടി നമ്മൾ ആ സദസ്സിൽ വെച്ച് ആദരവ് കൊടുക്കുകയാണ്. ഒപ്പം തന്നെ നമുക്കറിയാം വളരെ പ്രഗത്ഭരായിട്ടുള്ള അധ്യാപകർ ഈ പ്രാവശ്യം റിട്ടയർ ചെയ്തപ്പെട്ടവരുടെ കൂട്ടത്തിലുണ്ട്. അവരെയും നമ്മൾ ഈ ചടങ്ങിൽ വെച്ച് ആദരവ് നൽകും. ഈ പരിപാടി വളരെ വിജയകരമായി സംഘടിപ്പിക്കുന്നതിന് വേണ്ടിയുള്ള എല്ലാ ശ്രമങ്ങളും ജനപ്രതിനിധികൾ, അതുപോലെ PT, MPT സംവിധാനങ്ങൾ, നമ്മുടെ ഉദ്യോഗസ്ഥ സുഹൃത്തുക്കൾ, AEO, BPC തുടങ്ങിയിട്ടുള്ള സംവിധാനങ്ങൾ എല്ലാവരും ഒരുമിച്ച് ചേർന്നിട്ടുള്ള വലിയ രീതിയിലുള്ള സംഘാടന പ്രവർത്തനങ്ങൾ ഇപ്പോൾ നടക്കുകയാണ്. പാകത്തിൽ കൂട്ടിയെടുത്ത സിമന്റ് ചാന്ത് കണക്കെ ജീവിതത്തിലെ സുഖദുഃഖങ്ങളെ അക്ഷരങ്ങൾ ചേർത്ത് മിനുക്കിയെടുക്കുകയാണ് സിദ്ദിഖ് അമ്പലപ്പുഴ. ജീവിതം കെട്ടിപ്പടുക്കാനുള്ള തത്രപ്പാടുമായി കെട്ടിട നിർമ്മാണ തൊഴിൽ ചെയ്യുമ്പോഴും മനസ്സിൽ കഥയും കവിതയും ചേലോടെ അടുക്കി വയ്ക്കാൻ ഈ എഴുത്തുകാരൻ സമയം കണ്ടെത്താറുണ്ട്. പാകത്തിൽ കൂട്ടിയെടുത്ത ചാന്ത് കണക്കെ ജീവിതത്തിലെ സുഖദുഃഖങ്ങളെ അക്ഷരങ്ങൾ ചേർത്ത് മിനുക്കിയെടുക്കുകയാണ് സിദ്ദിഖ് അമ്പലപ്പുഴ.
ജീവിതം കെട്ടിപ്പടുക്കാനുള്ള തത്രപ്പാടുമായി കെട്ടിട നിർമ്മാണ തൊഴിൽ ചെയ്യുമ്പോഴും മനസ്സിൽ കഥയും കവിതയും ചേലോടി അടുക്കി വെക്കാൻ ഈ എഴുത്തുകാരൻ സമയം കണ്ടെത്താറുണ്ട്. കൊടുങ്ങല്ലൂരിലെ അഴീക്കോട് ലൈറ്റ് ഹൗസ് സ്വദേശിയായ സിദ്ദീഖ് അമ്പലപ്പുഴയ്ക്ക് ജീവിതം എത്രത്തോളം വിലപ്പെട്ടതാണോ അത്ര കണ്ടു തന്നെ വലുതാണ് എഴുത്തും. വിവിധ പ്രസിദ്ധീകരണങ്ങളിലും സാമൂഹ്യ മാധ്യമങ്ങളിലുമായി നിരവധി രചനകൾ സിദ്ദീഖിൻ്റെതായി പുറത്തു വന്നിട്ടുണ്ട്. പരേതരായ അബൂബക്കർ ബീവാത്തു ദമ്പതികളുടെ 8 മക്കളിൽ ഏറ്റവും ഇളയവനായി ജനിച്ച സിദ്ദീഖ് ജീവിത പ്രാരാബ്ദം മൂലം പഠനം 10ാം ക്ലാസ്സോടെ അവസാനിപ്പിക്കുകയായിരുന്നു. കുട്ടിക്കാലം തൊട്ടേ എഴുത്തിനോടും വരയോടും വല്ലാത്ത കമ്പം തോന്നിയിരുന്നെങ്കിലും എത്ര എഴുതിയാലും തെളിയാത്തത്ര പരുപരുത്തതായിരുന്നു സിദ്ദീഖിന്റെ ജീവിത സാഹചര്യം. സ്കൂൾ യുവജനോത്സവത്തിൽ കഥാരചനയിൽ പങ്കെടുത്തുകൊണ്ടായിരുന്നു എഴുത്തിന്റെ തുടക്കം. ഹൈസ്കൂളിൽ പഠിക്കുന്ന കാലം മുതൽക്കേ കൂലിപ്പണിക്കിറങ്ങിയിരുന്നു സിദ്ദീഖ്. പെരുന്തോട്ടിലൂടെ വഞ്ചിയിലെത്തിക്കുന്ന മണലും ചെളിയും ഭാരവണ്ടിയിൽ കയറ്റാനും പറമ്പുകളിലെ തെങ്ങിൻ തടങ്ങളിൽ ചുമന്നിടാനും സിദ്ദീഖ് ഉണ്ടാകുമായിരുന്നു. പിന്നീട് തയ്യൽ തൊഴിലാളിയായെങ്കിലും അധികകാലം അതു നീണ്ടില്ല. ശ്രീനാരായണപുരത്തെ വാഴൂർ അമ്പലനടയിലും കിഴക്കോട്ടൊഴുകുന്ന കനാൽ നിർമ്മാണത്തിനായി തോടുകുഴിച്ച് കരിങ്കൽ ചിറ കെട്ടുന്ന കാലത്താണ് സിദ്ദീഖ് സ്ഥിരമായ ഒരു കൂലിപ്പണിക്കാരനായി മാറിയത്. എഴുത്തും വരയുമൊന്നും ജീവിത യാഥാർത്ഥ്യത്തിനു മുന്നിൽ നിറം മങ്ങിപ്പോയില്ല. 1997 ഡിസംബർ 2 മാതൃഭൂമി വരാന്ത പതിപ്പിൽ പ്രസിദ്ധീകരിച്ച കുടകൾ എന്ന കഥയാണ് സിദ്ദീഖിലെ എഴുത്തുകാരനെ വായനക്കാരന് മുന്നിലെത്തിച്ചത്. തുടർന്ന് ഇബ്രു എന്ന കഥ വാരാന്ത്യ മാധ്യമത്തിലും വന്നു. ഗതകാല സ്മൃതികൾ എന്ന കഥയ്ക്ക് ഇരട്ടപ്പുഴ ജയഭാരത് ക്ലബിന്റെ EP സുഷമ സ്മാരക ചെറുകഥാ പുരസ്കാരവും ഇരിങ്ങാലക്കുട നടവരമ്പ് ജനകീയ സംഘം കഥാപുരസ്കാരവും നേടി. ഈ കഥ D. ലിയോൺ എഡിറ്ററായുള്ള തീനാളം മാസികയിലും പ്രസിദ്ധീകരിച്ചു. പട്ടേപ്പാടം AKG പഠന കേന്ദ്രം വായനശാലയുടെ കഥാമത്സരത്തിൽ ലൈലത്തുർ ഗദർ എന്ന കഥ 1ാം സമ്മാനം നേടി. നുറുങ്ങ് മാഗസിനിൽ ചില മിനിക്കഥകൾ പ്രസിദ്ധീകരിച്ചിട്ടുണ്ട്. കൊടകര മറ്റത്തൂർ മഞ്ജുഷ ടീച്ചർ സ്മാരക കവിതാ മത്സരത്തിൽ ഗർവാപ്പസി എന്ന കവിത സമ്മാനാർഹമായി. പിറന്ന മണ്ണിനെയും മൺമറഞ്ഞ ചില നന്മയുള്ള മനുഷ്യരുടെയും കഥ പറഞ്ഞ ഒരു പായക്കഥ, കടലിന്റെ രൗദ്രതാണ്ഡവത്താൽ ഉണ്ടുറങ്ങിയ വീടും സ്വസ്ഥതയും നഷ്ടമായ നിസ്സഹായരായ മനുഷ്യജീവിതം അനുഭവിച്ചറിഞ്ഞുകൊണ്ടെഴുതിയ ഏറ്റം എന്നിവ ശ്രദ്ധേയമായ രചനകളാണ്. എറിയാട് കേരളവർമ്മ ഹൈസ്കൂളിന്റെ 100ാം വാർഷികാഘോഷ സുവനീറിൽ അബ്ബ പറഞ്ഞത് എന്ന കഥയും എറിയാട് ശിശുവിദ്യാപോഷിണി സ്കൂളിന്റെ 100ാം വാർഷിക സ്മരണികയിൽ ഓർമ്മയുടെ പടവുകൾ എന്ന കവിതയും പ്രസിദ്ധീകരിച്ചിട്ടുണ്ട്. നസീറയാണ് സിദ്ദീഖിന്റെ ഭാര്യ. യാസിർ മുഹ്സിൻ, സുഹൈന ഷാജഹാൻ എന്നിവർ മക്കളാണ്. തൊഴിലിന്റെ തിരക്കുകൾക്കിടയിലും സാമൂഹ്യ മാധ്യമങ്ങളിൽ എഴുത്തുമായി സജീവമാണ് സിദ്ദീഖ് അമ്പലപ്പുഴ. കെട്ടിട നിർമ്മാണ മേഖലയിൽ 50ലധികം തൊഴിലാളികളുടെ മേസ്തിരിയായി പണിയെടുക്കുമ്പോഴും മനസ്സിൽ അടുത്ത കഥയ്ക്കുള്ള കൂട്ടൊരുക്കുകയാണ് സിദ്ദീഖ്. ഞായറാഴ്ചകളിലാണ് കൂടുതലും എഴുതുന്നത്. വല്ലപ്പോഴും എഴുത്തുള്ളൂ കേട്ടോ. വലിയൊരു എഴുത്ത് എന്ന് പറയാനില്ല, സമയം കിട്ടാറില്ല എന്നുള്ളതാണ് യാഥാർത്ഥ്യം. അങ്ങനെ ചെയ്യുന്നത്. അപ്പോൾ ഒഴിവ് സമയത്ത് എഴുതുന്നു, തുടർച്ചയായിട്ട് എഴുതാറില്ല, സമയം കിട്ടാറില്ല. അങ്ങനെ എഴുത്തിലേക്ക് ബാല്യം തുടങ്ങിയെന്ന് പറഞ്ഞാൽ ചെറിയ മാസികകൾ വായിച്ചിട്ട് ബാലരമ, അതേപോലെ മലർവാടി, അതിൽ നിന്നാണ് തുടക്കം. വായന തുടങ്ങി, പിന്നെ കുറച്ച് എഴുതി തുടങ്ങി. ചുറ്റിലുള്ള പ്രയാസങ്ങൾ നമ്മളുടേതായിട്ട് തോന്നിയിട്ടുണ്ട് എനിക്ക്, മറ്റുള്ളവരുടെ ബുദ്ധിമുട്ടുകൾ. അപ്പോൾ അതിനെക്കുറിച്ച് ആണ് കൂടുതലായിട്ട് എഴുതുന്നത്. മറികടക്കാൻ സാധിച്ചു എന്നുള്ളത് മറികടന്നിട്ടില്ല എന്ന് തന്നെ പറയാം. സത്യം പറഞ്ഞാൽ 25 വർഷങ്ങൾക്ക് മുമ്പാണ് 2000 ഡിസംബർ 2 ഒരു മാഗസിനിൽ, അതായത് മാതൃഭൂമി പത്രത്തിൻ്റെ വരാന്ത പതിപ്പിലൂടെ ആണ് ഒരു കഥ പ്രസിദ്ധീകരിച്ചു വരുന്നത്. പിന്നെ അടുത്ത മാസം തന്നെ മാധ്യമത്തിലും വന്നു ഇബ്രു എന്ന് പറയുന്ന കഥ. അതിനുശേഷം ഒരു ഇടവേള തന്നെയായിരുന്നു. ജോലി സംബന്ധമായിട്ട് എഴുതിയത് തന്നെ അത് വീടിനുള്ളിൽ ഒതുക്കി വെക്കാനോ ശ്രമിച്ചതാണ്. അതാണ് അങ്ങനെ മതി. മതിലകം എമ്മാട് അംഗൻവാടിയിൽ നിന്ന് വിരമിക്കുന്ന ഹെൽപ്പർ ശുഭയ്ക്ക് യാത്രയയപ്പ് നൽകി. ET ടൈസൺ MLA ഉദ്ഘാടനം ചെയ്തു. ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് സീനത്ത് ബഷീർ അധ്യക്ഷയായി. CDPO KK ലളിത, ICD സൂപ്പർവൈസർ രാധിക, പഞ്ചായത്ത് ക്ഷേമകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ MK പ്രേമാനന്ദൻ, വികസനകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ പ്രിയ ഹരിലാൽ, പഞ്ചായത്ത് അംഗങ്ങളായ EK ബിജു, ജസ്ന ഷമീർ, VS രവീന്ദ്രൻ, സഞ്ജയ് ശർക്കര തുടങ്ങിയവർ സംസാരിച്ചു. വളരെ നന്നായി നമ്മുടെ കുട്ടികളെ സ്നേഹിക്കുന്ന ഒരു ഹെൽപ്പറാണെന്നാണ് പൊതുവെ എല്ലാവരും
മിക്കവാറും ഈ വേദിയിലും സഹസിക്കുന്ന ആളുകളെല്ലാം ഒരുപോലെ സമ്മതിക്കുന്നു. ചിലപ്പോൾ ഒരുപാട് പക്ഷേ നമുക്കൊക്കെ ഉള്ള 1-2 മക്കൾക്ക് പകരമായി അവിടെ വരുന്ന അംഗൻവാടിയിൽ വരുന്ന മുഴുവൻ മക്കളുടെയും അമ്മയായി മാറാൻ കിട്ടിയ ജീവിതത്തിലെ ഒരു അവസരം എന്ന അർത്ഥത്തിലാണ് പ്രിയപ്പെട്ടവർ ഞാനിതിനെ കാണുന്നത്. പലപ്പോഴും അങ്ങനെയാണ്, കോമ്പൻസേറ്റ് ചെയ്യാനുള്ള, പകരം വയ്ക്കാനുള്ള ഒരു കാര്യം ജീവിതത്തിൽ സംഭവിക്കുമെന്നാണ്. നമ്മുടെ ശുഭചേച്ചിയും ഭർത്താവും ചേച്ചേട്ടനും ഒക്കെ ഇവിടെ ഉണ്ട്. നമുക്ക് സാധാരണയായി ഇത്തരം യാത്രയപ്പുകളിൽ പണ്ടുണ്ടായിരുന്നത് അധ്യാപകർക്കുള്ള യാത്രയപ്പൊക്കെ നമ്മൾ കാണാറുണ്ട്. എന്നാൽ അംഗൻവാടിയിലെ ഹെൽപ്പറും അതുപോലെ ആയിക്കോ മറ്റവർക്കുള്ളവർക്കുള്ള ഒരു സംവിധാനം വളരെ കുറവാണ്. അത്തരത്തിലൊന്നും ചിന്തിച്ചിരുന്നില്ല. എന്നാൽ ഈ അടുത്ത കാലത്തായി ഉണ്ടായിരുന്ന പ്രകടമായ വലിയ മാറ്റം തീർച്ചയായും നമ്മൾ നേരത്തെ എന്നോ ചെയ്യേണ്ടിയിരുന്നൊരു കാര്യം, ഇതൊന്നും നേരത്തെ നമ്മൾ തുടങ്ങേണ്ട ഒരു കാര്യമാണ്. വിളക്കുംകാൽ സ്നേഹനഗർ കല്ലടുമ്പിൽ രമേഷ് കുമാറിന്റെ ഭാര്യ ഹേമ നിര്യാതയായി. 47 വയസ്സായിരുന്നു. സംസ്കാരം നടത്തി. ഇന്നത്തെ സ്വർണ്ണവില. ഇന്നത്തെ സ്വർണ്ണവില നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് തെക്കിനിയത്ത് ജ്വല്ലേഴ്സ്, ആര്യരത്ന ആർക്കേഡ് ജംഗ്ഷൻ, തൈക്കാട്ടുശ്ശേരി. സ്വർണം ഗ്രാമിന് 8,980 രൂപ, പവന് 71,840 രൂപ. പ്രധാന വാർത്തകൾ വീണ്ടും. പ്രധാന വാർത്തകൾ നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് ലക്ഷ്മി ഗോൾഡ്, ഉങ്ങിച്ചോട്, ചെറുശ്ശേരി. ഫോൺ 9539080053. ത്യാഗസ്മരണയിൽ ബലിപ്പെരുന്നാൾ ആഘോഷിച്ച വിശ്വാസികൾ. പള്ളികളിലും ഈദ്ഗാഹുകളിലും പെരുന്നാൾ നമസ്കാരത്തിൽ പങ്കെടുത്ത ആയിരങ്ങൾ. പരസ്പരം ആശ്ലേഷിച്ചും ആശംസകൾ കൈമാറിയും വിശ്വാസികൾ പെരുന്നാൾ ആശംസകൾ കൈമാറി. ഒറ്റപ്രസവത്തിൽ ജനിച്ച 3 കുരുന്നുകൾ ഒന്നിച്ച് അക്ഷരലോകത്തേക്ക് ചുവടുവെച്ചു. ഊരകം ALP സ്കൂളിലാണ് മൂവരും പ്രവേശനം നേടിയത്. തൃശൂർ മുണ്ടൂരിൽ KSRTC ബസുകൾ കൂട്ടിയിടിച്ച അപകടത്തിൽ 2 സ്ത്രീകൾ ഉൾപ്പെടെ 6 പേർക്ക് പരിക്കേറ്റു. പരിക്കേറ്റവരെ തൃശൂർ മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. ഈ വാർത്താ ബുള്ളറ്റിൻ പൂർണ്ണമാകുന്നു. നമസ്കാരം.